ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹനിധിയായ വലിയപിതാവേ, വികാരി ജനറൽ അച്ഛന്മാരെ, വചന പ്രഘോഷകനായിട്ടൊക്കെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട പടംനാലച്ച, കൺവെൻഷന് പ്രത്യേക നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട വെള്ളബന്ധം തിരുപ്പുറം കരിസ്മാറ്റിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാരവാഹികളായിട്ടുള്ളവരെ, കോളേജ് പ്രിൻസിപ്പൽമാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, മായ സഹോദരങ്ങളെ, സമർപ്പിതരെ, നമ്മൾ വലിയ സ്നേഹത്തോടും ആവേശത്തോടും കൂടിയാണ് ഈ വർഷത്തെ ബൈബിൾ പഠന കൺവെൻഷനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിലെ കൺവെൻഷന് വലിയ പ്രാധാന്യമുണ്ട്, പ്രത്യേകതയുണ്ട്. ആരംഭത്തിൽ തന്നെ ധാരാളം വിശ്വാസികൾ ഇതിൽ പങ്കെടുക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ദീർഘനാളത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് മനോഹരമായ ഈ പന്തൽ നമ്മുടെ രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായ സെൻറ്റ് തോമസ് ഓട്ടോണമസ് കോളേജിൻ്റെ ഈ ഗ്രൗണ്ടിൽ ഇതുപോലെ നമ്മൾ രൂപീകരിച്ചത്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണത്. ഈ വരും ദിവസങ്ങളിലെല്ലാം തിരുവചനം സമൃദ്ധമായിട്ട് നമ്മളിവിടെ കേൾക്കും. ഇന്നത്തെ പരിശുദ്ധ കുർബാനയിൽ സക്കറിയായുടെ ബെനഡിക്തുസ് എന്ന കീർത്തനമാണ് നമ്മളുടെ സഭ നമുക്കായിട്ട് മാറ്റിവെച്ചത്. സക്കറിയ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം ഓർത്തു എന്നാണ്. എലിസബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം ശപഥം ചെയ്തു എന്നത്രേ. യോഹന്നാൻ എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കൃപ എന്നാണ്. ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുന്ന കുടുംബനാഥനാണ് സക്കറിയ. അവർക്ക് വാർദ്ധക്യത്തിലൊരു കുഞ്ഞ് ജനിക്കും എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ പ്രയാസമായി. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ അദ്ദേഹത്തിനൊരു ചെറിയ ശിക്ഷ നൽകി. കുഞ്ഞ് പിറക്കുന്നിടം വരെ പൂർണ്ണമായ ധ്യാനത്തിലായിരിക്കണം, നിശബ്ദതയിലായിരിക്കണം, ഒരു വാക്കുപോലും മിണ്ടാൻ പാടില്ല എന്ന്. ലൂക്ക തൻ്റെ സുവിശേഷം രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളിലൂടെയാണ് എഴുതുന്നത്. ടു ടെമ്പിൾ പേഴ്സൺസ് എന്നവരെ വിളിക്കാറുണ്ട്. സക്കറിയ എന്ന ടെമ്പിൾ പ്രീസ്റ്റും എലിസബത്ത് എന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, പുരോഹിതനായിരുന്ന അഹറോൻ്റെ വംശത്തിൽ പിറന്ന സ്ത്രീകൾ. അങ്ങനെ രണ്ട് പൗരോഹിത്യ പരമ്പരയുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ അവരെ കാണുന്നത്. കുഞ്ഞു പിറന്ന പേരിടിയിൽ കർമ്മത്തിൽ പേരിടുന്ന കാര്യത്തിലുള്ള സ്വാഭാവികമായ മാനദണ്ഡങ്ങൾ മാറ്റിവെച്ച് അഭിപ്രായ ശേഖരണം നടത്തിയപ്പോൾ യോഹന്നാൻ എന്നാണ് കുഞ്ഞിൻ്റെ പേരെന്ന് സക്കറിയ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞ് വാചാലനായി. അദ്ദേഹം പൂർണ്ണമായ അർത്ഥത്തിൽ കരിസ്മാറ്റിക്കായി. അങ്ങനെ നാവിൻ്റെ കെട്ടഴിഞ്ഞപ്പോൾ അദ്ദേഹം പാടിയ പാട്ടാണ് ബെനഡിക്തുസ്, വാഴ്ത്തപ്പെട്ടവൻ എന്നുള്ള അതിമനോഹരമായ ആ കീർത്തനം. സുവിശേഷം മുമ്പോട്ട് വയ്ക്കുന്ന ഈ നാളുകളിൽ തുടർച്ചയായിട്ട് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ വായിക്കുന്ന തിരുവചന ഭാഗങ്ങളിൽ മാഗ്നിഫിക്കാത്തും മറിയത്തിൻ്റെ കീർത്തനവും ബെനഡിക്തുസും
സക്കറിയായുടെ കീർത്തനവും നുങ്ക് ദിമിത്തിസ്, ഇപ്പോൾ ഈ ദാസനെ വിട്ടയക്കണമേ എന്നുള്ള ശീമോന്റെ കീർത്തനവും മുഖ്യ സ്ഥാനം തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. സക്കറിയായുടെ ഈ കീർത്തനം പരിശുദ്ധ കുർബാനയിൽ ഈ ദിവസങ്ങളിൽ പലതവണ നമ്മൾ വായിച്ചു. അദ്ദേഹത്തിന് അത്തരത്തിൽ സംസാരിക്കാനായിട്ട് സാധിച്ചത് സുദീർഘമായ കാലഘട്ടത്തിലെ ഒരു നല്ല പുരോഹിതനടുത്ത ദേവാലയ ശുശ്രൂഷയിലൂടെയും 9 മാസങ്ങളിലെ മൗന വ്രതത്തിലൂടെയുമാണ്. അങ്ങനെ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ കൗതുകം സ്വന്തം മകനെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ പ്രക്കാനിരിക്കുന്ന ഈശോയെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു. സ്വന്തം മകനെക്കുറിച്ച് ഈ തിരുവചന ഭാഗത്ത് വളരെ പരിമിതമായ വാക്കുകൾ പറയുന്നുണ്ട്. എന്നാൽ ഈശോയെക്കുറിച്ചാകട്ടെ വലിയ ഒരു പ്രബോധനമാണ് അദ്ദേഹം നൽകുന്നത്. ദൈവത്തിൻ്റെ സന്ദർശനമാണത്. ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നവൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. പിതാക്കന്മാരുടെ വാഗ്ദാനം പൂർത്തിയാക്കേണ്ടത് അവനിലൂടെയാണ്. അബ്രാഹത്തിനോട് ദൈവം കൽപ്പിച്ചിരുടിയ ഉടമ്പടിയുടെ പൂർത്തീകരണം ഈശോയിലാണ്. ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം നമുക്കെല്ലാവർക്കും അവനിലൂടെ ലഭിക്കും. തുടങ്ങിയ വലിയ കീർത്തനം പ്രക്കാനിരിക്കുന്ന രക്ഷകനെ കുറിച്ച്. അവസാനമായിട്ട് മകനെക്കുറിച്ചും സക്കറിയ പറഞ്ഞു, നീയോ കുഞ്ഞ് അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്നു. നീ അവന്റെ മുമ്പേ പോയി വഴിയൊരുക്കണം. പാപാന്തകാരത്തിൽ നിന്ന് ജനത്തെ പ്രകാശത്തിലേക്ക് നയിക്കാനുള്ള പരിശ്രമം നടത്തണം. സമാധാനത്തിന്റെ മാർഗത്തിൽ ജനതകളെ ഒരുക്കണം. ഉന്നതത്തിൽ നിന്നുള്ള ഉദയരശ്മി ഓറിയൻസ് എക്സ് ആൾട്ടോ ഈശോ വരുമ്പോൾ നല്ല വഴി ഉണ്ടായിരിക്കണം, നല്ല മനസ്സുകൾ ഉണ്ടായിരിക്കണം, നല്ല സ്വീകാര്യത ഉണ്ടായിരിക്കണം. അതാണ് നിന്റെ ജോലി, അത് മാത്രമാണ് നിന്റെ ജോലി എന്നും ഈ കീർത്തനത്തിൽ അദ്ദേഹം ഹൃദയം തുറന്ന് പാട്ടുപാടി നമ്മെ പഠിപ്പിക്കുകയായി. അതാണ് ബെനഡിക്തുസ്, വരാനിരിക്കുന്ന ഈശോയെക്കുറിച്ചുള്ള വാഴ്ത്തലും അതിൻ്റെ തൊട്ടുപിറകിൽ മകനായിരിക്കുന്ന യോഹന്നാൻ നടത്തേണ്ട ശുശ്രൂഷകളും. നമ്മൾ തിരുവചന പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഉണ്ണിയുടെ പിറവി, ഇരുപ്പിറവി, യൽദയ്ക്ക് വേണ്ടി നമ്മൾ കാതോർത്ത് വസിക്കുന്ന നാളുകളാണ്. ദൈവം പിറക്കുന്നത് കോലാഹലങ്ങൾക്കെല്ലാം അപ്പുറത്താണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഇടങ്ങളിലായിരിക്കാം, വലിയ സത്രങ്ങൾക്ക് അപ്പുറത്തുള്ള കേവലം തൊഴുത്തുകളിലായിരിക്കാം. ബാഹ്യമായ എല്ലാ ആർഭാടങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ഇടത്തായിരിക്കാം ഈശോ പിറക്കുന്നത് എന്നുള്ള സത്യമാണ് നിരന്തരമായിട്ട് ഈ കാലഘട്ടം, മംഗളവാർത്ത കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വേദപുസ്തകത്തിൻ്റെ താളുകളിൽ അവനെവിടെയാണ് പിറക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. കർത്താവിനെ തേടി വലിയ അന്വേഷണം നടത്തിയ പണ്ഡിതന്മാർക്ക്, പൂജരാജാക്കന്മാർക്ക് ഈ ശിശുവിനെ അപ്രതീക്ഷിതമായ സ്ഥലത്ത് കണ്ടെത്താനും കയ്യിലുള്ളതെല്ലാം സമർപ്പിക്കാനും സാധിച്ചു. പക്ഷെ നമ്മൾ അന്നും
ഒരുപക്ഷെ ഇന്നും പലപ്പോഴും കാണുന്നത് ഈശോ എന്ന കുഞ്ഞിനെ കുറിച്ചുള്ള ഭയമാണ്. ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ഭയമായിരുന്നു 2 വയസ്സിൽ താഴെയുള്ള 30-ൽ പരം ശിശുക്കളെ ബേത്ലഹേമിൽ കൊന്നുകളയാൻ ഹെറോദേസിനെ പ്രേരിപ്പിച്ചത്. ഹെറോദ്യൻ ടെൻഡൻസി എന്നുള്ള ഒരു പാപാവസ്ഥ ലോകത്തിൽ പലയിടത്തുമുണ്ട്, പലരിലുമുണ്ട്. അസൂയ വളർന്ന് മക്കളെയും മാതാപിതാക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ വേണ്ടി വന്നാൽ കൊല ചെയ്യാൻ മടിയില്ലാത്ത ഒരു മനോഭാവം നമ്മൾ എല്ലാ ദിവസവും മാധ്യമങ്ങളിലും പ്രിന്റ് മീഡിയയിലുമൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യവും അതാണ്. ഒരു പുതിയ തലമുറയുടെ ശിരഛേദനത്തിന് പലപ്പോഴും വഴിയൊരുക്കുന്നവർ ഒട്ടനവധി പേരുണ്ട്. ശിശുവധം കേവലം ഒരു ചരിത്ര സംഭവം മാത്രമല്ല, ദാരുണമായ രീതിയിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനെതിരായിട്ടുള്ള ശക്തിയാണ് നമ്മൾ ഈ മംഗളവാർത്തയിൽ സ്വായത്തമാക്കേണ്ടത്. അസൂയ വളരെയേറെ വളർന്നു വരുന്നുണ്ട്. കായേന് അബേലിനോടും ശാവൂലിന് ദാവീദിനോടും സ്വന്തം സഹോദരങ്ങൾക്ക് ജോസഫിനോടും യഹൂദ ജനതയ്ക്ക് പൊതുവെ ഈശോയോടും ഒക്കെ ഇതായിരുന്നു. ഇതൊരു വലിയ രോഗമാണ്. അസൂയ പിറക്കുന്നിടത്ത് സമാധാന പിറവി ക്ലേശകരമായിരിക്കാം. തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സുകളെ നമ്മൾ ഒന്നുകൂടെ ശുദ്ധീകരിക്കേണ്ടതായിട്ട് വന്നേക്കാം. തിരുപ്പിറവിയുടെ കാലം നമ്മുടെ ഉള്ളിലെ കൃത്രിമത്വങ്ങളെ അടിച്ചും അടിച്ചും മാറ്റേണ്ട സമയമാണ്. ഭൗതികത വെടിഞ്ഞ് ശാലീനതയും കുലീനതയും സ്വന്തമാക്കുമ്പോഴാണ് തിരുപ്പിറവിയുടെ സന്ദേശം നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത്. ഉള്ളിലെ ശൈശവ നൈർമല്യം പലരിലും ഇല്ലാതായി പോകുന്നുണ്ട്. കുഞ്ഞുങ്ങളിലൂടെയാണ് ദൈവം സ്വർഗത്തെ താഴെ കിടക്കുന്നത്. വെറുതെയല്ലല്ലോ പറവോയും ഹെറോദേസുമൊക്കെ കുഞ്ഞുങ്ങളെ കൊല്ലാം എന്ന് തീരുമാനിച്ചത്. കുഞ്ഞുങ്ങളെ കൊന്ന് വലിയ വല്ലാത്ത വലിപ്പത്തിൽ എത്തിയിട്ടുള്ള ആളുകളും തീരെ എണ്ണത്തിൽ കുറവായിരിക്കുകയില്ല. നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പന്തലിൽ കർത്താവിൻ്റെ വരവ് നോക്കി പാർത്ത് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ദൈവവചനമാണ്. ദൈവവചനം വിശുദ്ധ ലിഖിതങ്ങളിലും ബൈബിളിലും വിശുദ്ധ പാരമ്പര്യങ്ങളിലുമാണ് എന്ന് നമ്മൾ ഒരിക്കൽ കൂടെ ഓർത്തെടുക്കേണ്ടതുണ്ട്. സ്പോക്കൺ ബൈ ഗോഡ്, ദൈവം സംസാരിച്ച വചനം എഴുതപ്പെട്ട ബൈബിളിലും നമ്മൾ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ആഘോഷപൂർവ്വം നമ്മൾ പരികർമ്മം ചെയ്യുന്ന പരിശുദ്ധ കുർബാനയിലും യാമപ്രാർത്ഥനയിലും ഒക്കെയാണ്. നമ്മൾ ഈ കൺവെൻഷൻ്റെ ആദ്യകാലം മുതൽ
ഇത്തരത്തിലുള്ള ഒരു കൂട്ടി യോജിപ്പാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. ദൈവവചനത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ തിരുവചനവും സഭയുടെ പാരമ്പര്യങ്ങളും നമ്മൾ ആഴത്തിൽ പഠിക്കണം. അത് രണ്ടും തമ്മിലുള്ള പാരസ്പര്യമാണ് സഭകളുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ദൈവ വചന പ്രഘോഷണം കുർബാനയ്ക്ക് നടുവിലും അതിൻ്റെ നിറവിലുമായിരിക്കണമെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ബൈബിൾ കൺവെൻഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ബിബ്ലിക്കൽ ഹിസ്റ്ററിയുടെ കൺവെൻഷൻ കൂടിയാണ്. എല്ലാ സഭകളുടെയും ദൈവാരാധനക്രമത്തിൻ്റെ കൺവെൻഷൻ കൂടിയാണ്. ഓരോ ബൈബിൾ കൺവെൻഷനിലും വേദപുസ്തകം നൽകുന്ന ചരിത്രവും അവിടുത്തെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരും വളരെ പ്രധാനപ്പെട്ടവരാണ്. അബ്രാഹം, സാറ, ഇസഹാക്ക്, റബേക്ക, യാക്കോബ്, റാഹേല്, യോസേഫ്, മോശ, അഹറോൻ, മിറിയാം, പ്രവാചകന്മാര്, ന്യായാധിപന്മാര്, രാജാക്കന്മാര് തുടങ്ങിയവരെല്ലാം വളരെ പ്രധാനപ്പെട്ടവർ. വേദപുസ്തകത്തെ അതാക്കി തീർത്ത ചരിത്രമാണ്. ഭാരതത്തിൽ നമുക്ക് നമ്മളുടെ സഭയെ സംബന്ധിച്ചും സുറിയാനി സഭയെ സംബന്ധിച്ച് മാർത്തോമ്മ ശ്ലീഹായിലൂടെ നമുക്ക് ലഭിച്ച ആ വിശുദ്ധമായ പൈതൃകത്തെ നമ്മൾ സംരക്ഷിക്കാൻ കൂടുതൽ കടപ്പെട്ടവരാണ് പല രൂപതക്കാരായ നമ്മൾ. ആദ്യ നൂറ്റാണ്ട് മുതൽ യഹൂദ പാരമ്പര്യത്തോടും നസ്രാണി പാരമ്പര്യത്തോടും ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ രൂപത. അതുകൊണ്ട് ആ വിശുദ്ധമായ പൈതൃകത്തെ കൂടുതൽ അടുത്തറിയാനുള്ള അവസരം കൂടിയായിട്ട് വേദപുസ്തക തിരുവചന വ്യാഖ്യാനങ്ങൾ നമ്മെ സഹായിക്കണം. അപ്പോഴാണ് ദൈവവചന പഠനം എന്ന് പറയുന്നത് തിരുവചനവും വിശുദ്ധ പാരമ്പര്യവും ചേർന്ന് ഒരുമിച്ച് നൽകേണ്ട ഒരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സഭയുടെ ആദ്യ നൂറ്റാണ്ടിന് ശേഷം മധ്യ കാലഘട്ടത്തിൽ വീണ്ടും ഈ സഭയ്ക്ക് വേണ്ടി വളരെയേറെ കഠിനാധ്വാനം ചെയ്തവരുടെ ഒരു പരമ്പരയുണ്ട്. കടുത്തുരുത്തിക്കാരനായ കടവിൽ ചാണ്ടി, പ്രബലങ്ങാട്ടുകാരൻ പള്ളിവീട്ടിൽ പറമ്പിൽ ചാണ്ടി മെത്രാപ്പൊലീത്ത, പറയമാക്കൽ കൊമ്മാക്കത്തനാര് കരിയാറ്റി മെത്രാപ്പൊലീത്ത, പറയമാക്കലിൻ്റെ സഹോദരൻ പാണ്ടിമൽപ്പാൻ, നിധീരിക്കൽ മാണിക്കത്തനാര്, തച്ചിൽ മാത്തൂത്തരകൻ ഇൽമായൻ, കുടക്കച്ചിറ അന്തോണിക്കത്തനാര്, കണ്ടനാട്ട് അന്തോണിക്കത്തനാര്, അന്ത്രയോസ് കളപ്പുര മൽപ്പാനച്ചന്, കട്ടക്കയം വലിയ ചാണ്ടിച്ചന്, ചെറിയ ചാണ്ടിച്ചന്, പ്ലാസ്റ്റിഡ് പൊടിപ്പാറ മൽപ്പാന്, ഇങ്ങനെ ഒട്ടനവധി ആളുകളുണ്ട്. അവരെക്കുറിച്ചും അവരുടെ സംഭാവനകളെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോഴാണ് തോമാസ് ശ്ലീഹ വഴി നമുക്ക് കിട്ടിയ ആ തിരുവചനത്തിൻ്റെ അകപ്പൊരുള് എത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതിനുവേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ പരിശുദ്ധ കുർബാന ക്രമങ്ങൾ ഇതായാൻ മാറി. തിയഡോറിൻ്റെ ക്രമം ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത്, നെസ്റ്റോറിയസിൻ്റെ ക്രമം, കഷ്ടാനുഭവ ആഴ്ച, വലിയ ആഴ്ചയിലെ തിരുക്രമങ്ങൾ, തിരുപ്പട്ട ശുശ്രൂഷകളെല്ലാം അതിൻ്റെ ഏറ്റവും മനോഹാരിത നൽകുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള പഠനങ്ങൾക്ക്
ആശ്രമങ്ങൾക്കും ദേറാകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ രൂപതയിലെ തന്നെ കാപ്പന്തല ദേറായിലൂടെ സുറിയാനി ഭാഷയും നമ്മളുടെ ദൈവാരാധന ക്രമവും അനേകരെ വന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. സഭയുടെ പിതാക്കന്മാരെ കുറിച്ച്, ആദിമസഭയുടെ പിതാക്കന്മാരെ കുറിച്ചും 12 ശ്ലീഹന്മാരെ കുറിച്ചും നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴാണ് ബൈബിൾ കൺവെൻഷന്റെ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങൾ കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നത്. ആ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ സഭയിലെ സുറമലബാർ സഭയിലെ വിശുദ്ധന്മാര്, വാഴ്ത്തപ്പെട്ടവര്, ധന്യൻ ദൈവദാസന്മാരും ദാസികളും അവരും വളരെ പ്രധാനപ്പെട്ടവരാണ്. ദൈവവചനം അവരെപ്രകാരം പഠിച്ചു, സഭയുടെ വിശുദ്ധ പാരമ്പര്യം അവരെങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിച്ചു എന്നുള്ള കാര്യങ്ങളിലേക്ക് അത് നമ്മളെ എത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ തിരുവചന പഠനത്തിനായിട്ട് ഇവിടെ ആയിരിക്കുമ്പോൾ എഴുതപ്പെട്ട തിരുവചനവും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന തിരുവചനവും വാക്കുകളിലൂടെ, ജീവിതത്തിലൂടെ കൈമാറ്റം ചെയ്യുന്ന മറ്റ് പ്രാദേശിക പാരമ്പര്യങ്ങളും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആഴമുള്ള കാര്യങ്ങളാണ് അവയെല്ലാം. സഭ പൈതൃക പ്രണയം എന്നൊരു കാര്യം സഭയുടെ പിതാക്കന്മാരിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ സഭയ്ക്കുള്ളിലെയും ഞാൻ പേരെടുത്ത് പറഞ്ഞ 10-12 വലിയ ആളുകളുടെ ജീവിതവും അതുതന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ പൂർവ്വപിതാക്കന്മാരെയും ആദിമസഭയിലെ പിതാക്കന്മാരെയും അപ്പസ്തോലിക സഭകളുടെ ശ്ലൈഹിക പാരമ്പര്യത്തെയും എല്ലാം നമ്മൾ കൂട്ടുപിടിക്കുമ്പോഴാണ് ദൈവവചനത്തിൻ്റെ കാതല് ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. മനുഷ്യരുടെ മുഖം നോട്ടമില്ലാതെ സത്യത്തിൻ്റെ മുഖം നോക്കി സംസാരിച്ചവരുടെ ഒരു പട്ടികയാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ദൈവ സംസ്കാരം, ഒരു ദൈവഭാഷ ഒക്കെ നമുക്ക് കൊണ്ടു നടക്കാനും ജീവിക്കാനും സാധിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ നിർണായകമായ സംഭവങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം പളമലാനച്ഛൻ ആ ടീം നമ്മളോട് സംസാരിക്കും. നമ്മളുടെ സ്വന്തമായിട്ടുള്ള എല്ലാ സഭാത്മക യാഥാർത്ഥ്യങ്ങളും നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ കാലിൽ നിന്ന് മറ്റുള്ളവരെ നയിക്കാനും നമുക്ക് നടക്കാനും സാധിക്കുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ ഉപരിപ്ലവമായ രീതിയിൽ നിന്നുകയായിരിക്കും. സാർവത്രിക സഭയുടെ പ്രബോധനങ്ങളും ഈ ദൈവ വചനത്തിൻ്റെ, എഴുതപ്പെട്ട വചനത്തിൻ്റെയും ആഘോഷിക്കപ്പെടുന്ന ക്രേഡൽ ഫോർമുലയുടെയും എല്ലാം ഈറ്റിനങ്ങളാണ്. ആദ്യത്തെ സുനകദോസ്, നിക്കിയ സുനകദോസ് കഴിഞ്ഞിട്ട് 1700 വർഷങ്ങൾ 2025 എത്തുകയാണ്. നമ്മളതിലേക്ക് പ്രവേശിക്കുകയാണ്. നിക്കിയ വിശ്വാസ പ്രമാണം എല്ലാ സഭകളും ഏറ്റവും ആദ്യത്തെ അടിസ്ഥാന സത്യമായിട്ട് സ്വീകരിക്കുന്നവരാണ്. എല്ലാ ക്രൈസ്തവരും ഒന്നിക്കുന്ന യാഥാർത്ഥ്യമാണ് നിക്കിയയിലെ വിശ്വാസ പ്രമാണം. അതുകൊണ്ട് അതിന് വലിയ സഭൈക്യ സംബന്ധമായ ദിവ്യശാസ്ത്രപരമായ പ്രാധാന്യം കൂടിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. തിരുവചനം വെളിച്ചം പകരേണ്ടതാണ്. വെളിച്ചം എപ്പോഴും പകരേണ്ടതാണ്, പടരേണ്ടതാണ്, പരത്തേണ്ടതാണ്. നമ്മൾ വെളിച്ചം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാണ്. ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച്
പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന കുർബാനയിൽ നാഫ്രായിൽ ദൈവം മനുഷ്യത്വം എടുത്തു, ദൈവം മനുഷ്യത്വം ധരിച്ചു, ദൈവം മനുഷ്യത്വം ഉടുത്തു എന്ന് മാറി മാറി പറയുന്നുണ്ട്. വലിയ ദൈവശാസ്ത്ര മാനങ്ങളുള്ള കാര്യമാണ് അതെല്ലാം. അതൊക്കെ കൂടുതലായിട്ട് പഠിക്കുവാനുള്ള അവസരമായിട്ടുകൂടെ ഇത്തരത്തിലുള്ള ബൈബിൾ കൺവെൻഷൻ കാരണമായി തീരുന്നത്. അപ്പോഴാണ് സഭയുടെ സമഗ്രമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് കൊണ്ടു നടക്കാനും നമുക്ക് ജീവിക്കാനും സാധിക്കുന്നത്. തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് തിരുപ്പിറവി ഒരു കേക്കായിരിക്കാം, ഒരു പുത്തൻ വസ്ത്രമായിരിക്കാം, ഒരു ഡയറി ആയിരിക്കാം, ഒരു ചെറിയ ബാഗായിരിക്കാം, ഒരു കുടയായിരിക്കാം, ഒരു മുട്ടയായിരിക്കാം, പേന ആയിരിക്കാം, ഒരു നേരത്തെ ഭക്ഷണമായിരിക്കാം, ക്ഷമിക്കപ്പെടുന്ന അനുഭവമായിരിക്കാം, ഒരു ചിരിയായിരിക്കാം. ഇതൊക്കെയാണ് തിരുപ്പിറവി. ഈ കാലഘട്ടത്തിൽ നമ്മൾ ധരിക്കേണ്ടതും കൊടുക്കേണ്ടതുമായ കാര്യങ്ങളാണ്. അവിടെയാണ് തിരുപ്പിറവി, ഈശോയുടെ സാന്നിധ്യം പ്രായോഗികമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള സമാധാനമാണ് ഈശോ കൊണ്ടുവരുന്നത്, ഈശോ നൽകുന്നത്. ആ സമാധാനത്തിൽ നിന്ന് ആരെയും മാറ്റി നിർത്താൻ ആർക്കും സാധ്യമല്ല. ഈ കൺവെൻഷനിൽ തന്നെ ഇതര മതസ്ഥരായ അനേകർ പങ്കെടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ മണിക്കൂറിൽ തന്നെ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ചിലർ എന്നെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. എപ്പോഴാണ് ഇത് തുടങ്ങുന്നത്? അതാണ് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സമാധാനത്തിൻ്റെ വാർത്തയാണ് ഇവിടെ പ്രഘോഷിക്കപ്പെടാൻ പോകുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുകയാണ്. ഇവരും നാളുകളിൽ 5 ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് പരിശുദ്ധ കുർബാനയിലും തിരുവചന പ്രഘോഷണത്തിലും നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് ഈശോ നഷ്ടപ്പെടാതെ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു പിറവി നടക്കുന്നുണ്ട് എന്നുള്ള അനുഭവം ഉണ്ടാകണം. കണക്കുകൾ കൂട്ടി ഈശോ എന്നാണ് എവിടെയാണ് പിറക്കുന്നത് എന്ന് നോക്കിയെടുത്താൽ മാത്രം പോരാ. അതൊരു അനുഭവമായിട്ട് നമുക്കെല്ലാവർക്കും മാറണം. ഇതിനുവേണ്ടി അധ്വാനിച്ച ഒട്ടനവധി ആളുകൾ, പ്രത്യേക നേതൃത്വം കൊടുത്ത എറണാകുളച്ചൻ മനുഷ്യർ വേദാനത്ത്, അതുപോലെ മറ്റു ചെല്ലാളച്ചന്മാർ, നമ്മളുടെ വെള്ളമരുന്നലച്ചന്, പുതുപ്പറമ്പിലച്ചന്, അവരുടെ വലിയൊരു ടീം, ഇതിൽപ്പെട്ട പലരും നമ്മുടെ സ്റ്റേജിലും ഈ സദസ്സിലുമുണ്ട്. അവരുടെ അധ്വാനം ഒട്ടും ചെറുതല്ല. 1.5 മാസമായിട്ട് അവർ നടത്തിയ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമുക്കതെല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കാം. നമ്മുടെ വലിയ പിതാവ് ഈ മണിക്കൂറിൽ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇന്നലെ രൂപതയുടെ വൈദിക സമ്മേളനം ആയിരുന്നു. 350 അച്ഛന്മാർ ഒന്നിച്ച് നമ്മളുടെ പാസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 മണിക്കൂർ ഉണ്ടായിരുന്നു. ആ സമയമെല്ലാം പിതാവും വരികയും അവിടെ ചെറുതായിട്ട് സംസാരിക്കുകയും ചെയ്തു. ഇന്നും ഈ പവിത്രമായ വേദിയിൽ പിതാവുണ്ട്. പിതാവ് ആരംഭിച്ച ഒരു കാര്യമായിരുന്നു ഈ ബൈബിൾ കൺവെൻഷൻ. അത് ഇടമുറിയാതെ മുൻപോട്ട് പോവുകയാണ്. പിതാവിൻ്റെ സുദീർഘമായ മേലധ്യക്ഷ ശുശ്രൂഷ നമ്മൾ കഴിഞ്ഞ വർഷം ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞു. 752 തിരുപ്പട്ടങ്ങൾ ശുശ്രൂഷ നടത്തിയ കാർമ്മികത്വം വഹിച്ച ആളാണ് നമ്മുടെ വലിയ പിതാവ്. ലോകത്തിൽ വേറെ ഒരു മെത്രാനും അത്രയും തിരുപ്പട്ടം കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ആരും, കാരണം അത് അസാധ്യമായ കാര്യമാണ്. വയലിൽ പിതാവിൻ്റെ സഹായമെത്രാനായിട്ട് വന്ന ആദ്യ വർഷം മുതൽ പിതാവ് രൂപതയിൽ തിരുപ്പട്ട ശുശ്രൂഷകളിലൂടെ നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. ഈ 28-ാം തീയതി
പ്ലാറ്റിനം ജൂബിലി പ്രമാണിച്ച് നമ്മുടെ ഭദ്രാസന ദേവാലയത്തിൽ കത്തീഡ്രൽ പള്ളിയിൽ നമ്മുടെ ഡീക്കന്മാർക്ക് ഒരുമിച്ചാണ് പട്ടം നൽകുന്നത്. പിതാവ് ആ തിരുപ്പട്ട കർമ്മത്തിലും എത്തുകയും രണ്ടുപേർക്ക് തിരുപ്പട്ടം നൽകുകയും ചെയ്യുന്നു. എല്ലാം നമുക്ക് വലിയ ചരിത്ര ഓർമ്മകളാണ്. മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത വിധം ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ്. പിതാവിൻ്റെ സാന്നിധ്യത്തെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ പന്തലിൽ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരുപോലെ വിലപ്പെട്ടവരാണ്. നിങ്ങളുടെ സാന്നിധ്യമാണ് ഇതിൻ്റെ കാതലായ യാഥാർത്ഥ്യം. ധാരാളം പേര് ഈ മണിക്കൂറിൽ തന്നെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ സ്നേഹനിധിയായ വളം ലാലച്ചൻ്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്ത് നിൽക്കുകയാണ്. ലോകം മുഴുവനും അദ്ദേഹത്തെ കേൾക്കുന്നുണ്ട്. തിരുവചനവുമായിട്ട് അദ്ദേഹം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകുന്നയാളാണ്. ഈശോ പറഞ്ഞുള്ള ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകുമേ. ആ കൂട്ടത്തിലും ഈശോ പറഞ്ഞു എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുമേ. അവിടെയും ഞാൻ ആദ്യം പറഞ്ഞ ആ കാര്യം തിരുവചനം എന്നത് തിരുവചന വ്യാഖ്യാനങ്ങൾ മാത്രമല്ല, പരിശുദ്ധ കുർബാനയുടെ അർപ്പണവും ആഘോഷവും കൂടിയാണ്. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകുവിൻ, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഇത് രണ്ടും നമ്മൾ ഒന്നിച്ച് വായിക്കേണ്ട കാര്യമാണ്. ഈ പന്തലിൽ ഈ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളിലും നമ്മൾ അതിനു വേണ്ടിയാണ് പരിശ്രമിച്ചത്. ഇന്നും നമ്മൾ അത് തന്നെയാണ് ഇവിടെ ആരംഭിച്ചത്. അങ്ങനെ പരിശുദ്ധ കുർബാനയോടും ഈ പ്രാദേശിക അപ്പസ്തോലിക സഭയോടുമുള്ള ബന്ധം കൂടുതൽ മനസ്സിലാക്കാൻ കൂടെ നമ്മളുടെ ഈ വചന വിരുന്ന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിക്കുന്നു. പിന്നെ വലിയ പിതാവിൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും നിർവാഹത്തോടുകൂടി ഈ വലിയ ബൈബിൾ കൺവെൻഷൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.